വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 ഇംഗ്ലീഷിലെ അമീഗോ ബ്രദേഴ്സും ദി ഹവർ ഓഫ് ട്രൂത്ത് എന്ന ലെസൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമ്മറി അറിയാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോറിയായ അമീഗോ ബ്രദേഴ്സ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, അമീഗോ ബ്രദേഴ്സ്. അമീഗോ എന്ന വാക്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അമീഗോ ബ്രദേഴ്സ് എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഫ്രണ്ട്സിനെ പോലുള്ള സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരന്മാരെ പോലുള്ള ഫ്രണ്ട്സ് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു തിക്കായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് അമീഗോ ബ്രദേഴ്സ് എന്നുള്ളത്. ഇതിൽ മെയിനായിട്ട് 2 ക്യാരക്ടേഴ്സാണ് വരുന്നത്, ആൻ്റോണിയും അതുപോലെ തന്നെ ഫെലിക്സും. ഈ 2 കുട്ടികളാണ് കേട്ടോ മെയിനായിട്ട് വരുന്നത്. ഇതിൽ ആൻ്റോണിയോൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻ്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലങ്കി, വൈൽ ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. അതായത് ആൻ്റോണിനെ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എനർജി ഉള്ളൊരു കുട്ടി, കാണാൻ കുഴപ്പമില്ലാന്ന് തോന്നും. പക്ഷെ നമ്മുടെ ഫെലിക്സ് അങ്ങനെയല്ല, കുറച്ച് ഇരുണ്ടൊരു എന്ന് വെച്ചാൽ കളർ കുറച്ച് കുറവായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നാണ് ഈ ഒരു ലെസണിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ 2 പേർക്കും ഏജ് നിങ്ങൾ ഓർത്ത് വെക്കണം. 17 വയസ്സുള്ള നല്ല ഫ്രണ്ട്സാണ് ഇവർ 2 പേരും കേട്ടോ. അപ്പോൾ ഇവർ 2 പേരുടെ മെയിൻ ആയിട്ടുള്ള എയിം, അതായത് ഈ അമീഗോ ബ്രദേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്, ബോക്സിംഗ് ചാമ്പ്യൻ ആവണം എന്നാണ് കേട്ടോ. അതായത് ബെസ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ട് മാറണം എന്നാണ് ഈ 2 കുട്ടികളുടെ മോഹം. അപ്പോൾ ഇവരിതിൽ മെയിനായിട്ട് ഈ ഒരു സ്റ്റോറി എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും ആഗ്രഹിക്കുകയാണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യണം, പഠിക്കുക മീൻസ് നമ്മുടെ ബുക്ക് എടുത്ത് പഠിക്കുകയല്ല, നന്നായിട്ട് ബോക്സിംഗ് പഠിച്ചിട്ട് ലൈറ്റ് വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻ ആവണം എന്നാണ് ഇവരുടെ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹത്തിന് വേണ്ടി കുറേ കാലം വെയിറ്റ് ചെയ്യും. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട്സാണ്, നല്ല തിക്കാണ്. സോ ഇവർ അടികൂടില്ല, നമുക്ക് പറയില്ലേ എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരാൾ എങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത് അതേ ഒരു വേയിൽ തന്നെ ആയിരിക്കും അടുത്ത ആൾ തിങ്ക് ചെയ്യുക. അത്രയ്ക്കും തിക്കായിട്ടുള്ള ഫ്രണ്ട്സാണ് ഇവർ 2 പേരും കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഇവരുടെ മെയിൻ എയിമാണല്ലോ ബോക്സിംഗ് ചാമ്പ്യൻ ആവണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഒരു ദിവസം ഒരു അവസരം കിട്ടുകയാണ്. ഓഗസ്റ്റ് 7-ാം തീയതി ഒരു ഫെസ്റ്റിവൽ ക്ലബ്ബ് നടക്കും, ബോയ്സ് ക്ലബിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഗോൾഡൻ ഗ്ലൗസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ്, ബോക്സിംഗ് ചാമ്പ്യൻ തന്നെയാണ്. സോ ഗോൾഡൻ ഗ്ലൗസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണിത്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാമെന്ന് പറയും. ഇത് കേട്ട് ഇവർ ഉടനെ തന്നെ എന്താണ്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. 2 പേരും ഒരുപോലെ തന്നെയാണ്, പ്രാക്ടീസും ഒരേ ടൈം വെച്ച് എല്ലാം ഒരുപോലെ തന്നെ ചെയ്ത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഇവരെല്ലാം കഴിഞ്ഞ് കോൺഫിഡൻ്റ് ആയിട്ട് ഓഗസ്റ്റ് 7-ാം തീയതി വരെയാണ്. അങ്ങനെ ഇവർ എന്ത് ചെയ്യണം, മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കും. അപ്പോൾ അവിടെ വെച്ചൊരു അനൗൺസ്മെൻറ്റ് വരും. ആരൊക്കെ തമ്മിലാണ് മത്സരിക്കേണ്ടത്, ആൻ്റോണിയോ ക്രൂസും അതുപോലെ തന്നെ ഫെലിക്സ് വർഗാസ്, ഇവർ 2 പേരും തമ്മിൽ തന്നെയാണ് മത്സരിക്കേണ്ടത് എന്നവർ അനൗൺസ് ചെയ്യും. അനൗൺസ് ഇല്ല, അവർ പറയും. അങ്ങനെ അവർ അറിയണം നമ്മൾ ഇത്രയും തിക്കായിട്ടുള്ള ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ അടിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുക ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള നമ്മൾ തമ്മിൽ തന്നെയാണ് ഇവിടെ ഒരു ഫൈറ്റിന് ഒരുങ്ങേണ്ടത് എന്നാർക്ക് മനസ്സിലാവണം, ഈ 2 കുട്ടികൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവർക്ക് ഒരു വഴിയില്ല, ഇവരെന്ത് ചെയ്യും, ശരി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ ബോക്സിംഗ് ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ട് ചെയ്യും. ഇവരുടെ മെയിൻ എയിമും തന്നെ ബോക്സിംഗ് ചാമ്പ്യൻ ആവണം എന്നാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ശരി ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കയറും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, എങ്ങനെയൊക്കെയോ അതായത് നല്ല രീതിക്ക് തല്ലാതെ ഒന്നും വേദനിപ്പിക്കാതെ തന്നെ നമ്മുടെ ഫൈനൽ ലെവൽ വരെ എത്താണ് കേട്ടോ. അങ്ങനെ ഫൈനലിലേക്ക് എത്തും. ആ സമയത്ത് ഒരാൾ ജയിക്കുള്ളൂ. നമുക്ക് നോർമലി അറിയാം, ഇപ്പോൾ ചാമ്പ്യൻ ആവണം എന്നുണ്ടെങ്കിൽ ഒരാളല്ലേ ചാമ്പ്യൻ ആവുള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ ജയിക്കും. ആ സമയത്ത് എന്ത് ചെയ്യണം, ഇവർ ജയം കഴിഞ്ഞതിന് ശേഷം അനൗൺസ്മെൻറ്റ് വരുമല്ലോ, ആരാ ജയിച്ചെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാൻ പോലും നിൽക്കാതെ ഈ 2 കുട്ടികൾ എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, അവരുടെ മെയിൻ എയിം പോലും ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടാണ് ആ കുട്ടികൾ അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് പറയുന്നത് എന്താണ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ആണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, ശരി നമുക്ക് ആരാണ് ചാമ്പ്യൻ അറിയുന്നത് എന്ന് വെയിറ്റ് ചെയ്യാന്ന് പറയും. പക്ഷെ ഇവിടെ അവരെന്താ ചെയ്യുന്നത്, ആരാണ് ചാമ്പ്യൻ അറിയാൻ പോലും നിൽക്കാതെ ഇവർ 2 പേരും കൂടി അവിടെ നിന്ന് പുറത്തു പോവുകയാണ്. അപ്പം അത്രയ്ക്കും ട്രൂ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ കാണിക്കുന്ന സ്റ്റോറിയാണ് നമ്മുടെ അമീഗോ ബ്രദേഴ്സ് കേട്ടോ. നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് പാഠഭാഗമാണ് ദി ഹവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇത് സ്റ്റോറി അല്ല കേട്ടോ, ഇതൊരു 1 ആക്ട് പ്ലേ ആണ്, അഥവാ സ്കിറ്റ് പോലെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ടത് ചില ക്യാരക്ടേഴ്സിനെയാണ് കേട്ടോ. റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ഇദ്ദേഹമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ വൈഫാണ് മാർത്ത എന്ന് പറയുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ ആൾക്ക് എന്താണ്, ഒരു മകനും ഒരു മകളും ഉണ്ട് കേട്ടോ. ജോൺ എന്ന് പറയുന്നതാണ് മകൻ്റെ പേര്. എവി എന്ന് പറയുന്ന ആരാണ്, നമ്മുടെ റോബർട്ട് ബാൽവിൻ്റെ മോളാണ് കേട്ടോ.
ഇതിൻ്റെ ഇടയിൽ വരുന്നൊരു കഥാപാത്രമാണ് മിസ്റ്റർ മാർഷാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടോട്ടൽ 5 കഥാപാത്രമാണ്. ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികൾ, അതുപോലെ തന്നെ മാർഷാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കഥയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഒരു നമ്മുടെ ട്രൂത്തിനെ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. അത് നമ്മുടെ സത്യസന്ധതയെ കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സത്യസന്ധതയുടെ മൂല്യം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വൺ ആക്ട് പ്ലേ ആണ്. സോറി കേട്ടോ, സ്റ്റോറി അല്ല, വൺ ആക്ട് പ്ലേ ആണ് ദി ഹവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഹവർ ഓഫ് ട്രൂത്ത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത്? സത്യത്തിൻ്റെ മണിക്കൂർ അല്ലെങ്കിൽ സത്യത്തിൻ്റെ മണിക്കൂറുകൾ എന്നതാണ് കേട്ടോ അർത്ഥാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. നമ്മളുടെ സെൻട്രൽ കഥാപാത്രമായിട്ട് വരുന്ന റോബർട്ട് ബാൽവിൻ എന്ത് ചെയ്യുന്ന വ്യക്തിയാണ്? അദ്ദേഹം ഒരു പ്രൈവറ്റ് ബാങ്കിൻ്റെ ഗവർണറാണ്. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ പ്രൈവറ്റ് ബാങ്കിൻ്റെ ഓണറാണ് ഗ്രീഷാം എന്ന് പറയുന്ന വ്യക്തി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മ വേണം, നമ്മുടെ പ്രൈവറ്റ് ബാങ്കിൻ്റെ ഓണറാണ് ഗ്രീഷാം. സെൻട്രൽ കഥാപാത്രം ആരെന്നെയാണ്? റോബർട്ട് ബാൽവിൻ ആണ്. ഈ ഗ്രീഷാമിൻ്റെ ബാങ്കിൻ്റെ ഗവർണറായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ റോബർട്ട് ബാൽവിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്രീഷാം, അതായത് നമ്മുടെ പ്രൈവറ്റ് ബാങ്കിൻ്റെ ഓണർ എന്ത് ചെയ്യും? ആ ബാങ്കിലേക്ക് വന്ന ജനങ്ങളുടെ പൈസനെ മിസ്യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മിസ്യൂസ് ചെയ്ത് ലാസ്റ്റ് എന്താണ്? പോലീസിന് അറസ്റ്റ് ആയിട്ട് വരികയാണ്. നമ്മുടെ ഗ്രീഷാമിനെതിരെ അറസ്റ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഓണറിനെ പിടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്? ആരിലേക്കായിരിക്കും? നമ്മുടെ ഗവർണറായ റോബർട്ട് ബാൽവിനിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തുതന്നെയാണ് നമ്മുടെ അന്വേഷണം കണ്ടിന്യൂ ചെയ്യണമല്ലോ. സോ ഇദ്ദേഹം തന്നെ ഗ്രീഷാം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഗവർണറിനെ പോലീസ് അപ്രോച്ച് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗ്രീഷാം എന്ത് ചെയ്യണം? നേരത്തെ കൂട്ടി തന്നെ നമ്മുടെ ഗവർണർ, അതായത് റോബർട്ട് ബാൽവിനെ മീറ്റ് ചെയ്യും. എന്നിട്ട് പറയും, നിനക്ക് ഞാൻ $1,00,000 തരാം. $1,00,000 എന്ന് വെച്ചാൽ വലിയൊരു എമൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ $1,00,000 തരാം, പക്ഷെ നീ എന്ത് ചെയ്യാൻ പാടില്ല? എന്ത് കാരണം വെച്ചാൽ, അതായത് എന്തൊക്കെ നടന്നാലും നീ എൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ പാടില്ല. അതായത് പോലീസ് ചോദിക്കും എന്ത് ചെയ്യാൻ പാടില്ല? പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് നമ്മുടെ റോബർട്ട് ബാൽവിനോട് ഗ്രീഷാം പറയണം കേട്ടോ. അങ്ങനെ നമ്മുടെ റോബർട്ട് ബാൽവിൻ ഇത് വൈഫായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ വൈഫും തൻ്റെ മകനും മോളും എന്ത് പറയും? നിങ്ങൾക്ക്, അതായത് അച്ഛാ, നിങ്ങൾ ആ പൈസ മേടിച്ചൂടെ? ഇത് മേടിക്കണം, നമ്മുടെ ഈ ഒരു പരമ്പര ഫുള്ളായിട്ട് ലാവിഷായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇൻകം ഉണ്ടല്ലോ ഇതിൽ. സോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ആ സത്യം വിളിച്ച് പറയണ്ട, പകരം എന്ത് ചെയ്യുക? ആ പൈസ മേടിക്കൂ, നിങ്ങളുടെ ഓണറിനെ രക്ഷിക്കുക, അതോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു ബെനിഫിറ്റാണ് ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ റോബർട്ട് ബാൽവിൻ വളരെ കൺഫ്യൂഷനിലാവാണ്. കാരണം ഇയാൾ എപ്പോഴും സത്യത്തിൻ്റെ പാത പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആൾക്ക് കൺഫ്യൂഷൻ ആവും, എന്താണ് ചെയ്യേണ്ടത്? എനിക്കാണെങ്കിൽ സത്യം മാത്രമല്ലേ പറഞ്ഞ് ശീലമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. ഈ സമയത്ത് വരുന്നൊരു വ്യക്തിയാണ് മാർഷാൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മാർഷാൽ എന്ന് പറയുന്നത് അനദർ ബാങ്കിൻ്റെ, അതായത് വേറൊരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ആൾ നമ്മുടെ ഗ്രീഷാമിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വേറെ ബാങ്കും തമ്മിൽ എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വേറൊരു ബാങ്കിൻ്റെ പ്രസിഡൻ്റായ മാർഷാൾ നമ്മുടെ ഗ്രീഷാമിനെ മീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഗ്രീഷാം ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, എൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവർണർ പോസ്റ്റിലുള്ള ആളാണ് റോബർട്ട് ബാൽവിൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ എത്രയും രൂപ ഓഫർ ചെയ്തു? $1,00,000 ഓഫർ ചെയ്തു. പക്ഷെ ആൾ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെയും പോലീസിനോട് എന്താണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോലും പറഞ്ഞിട്ടില്ല. ആളെപ്പോഴും സത്യം മാത്രം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്ര എമൗണ്ട് ഓഫർ ചെയ്തിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല? അയാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ വന്ന് പറയും. അത് കേട്ട മാർഷാൾ നേരെ നമ്മുടെ റോബർട്ട് ബാൽവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. റോബർട്ട് ബാൽവിനെ കണ്ടിട്ട് പറയും, നിങ്ങളെക്കുറിച്ച് ഞാൻ ഗ്രീഷാം പറഞ്ഞു എല്ലാം അറിഞ്ഞു, എനിക്ക് നിങ്ങളുടെ ക്യാരക്ടർ വളരെ ഇഷ്ടമായി, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അതായത് തേർഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ തേർഡ് ബാങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു പോസ്റ്റ് ഞാൻ തരാമെന്ന് പറയണം. അതായത് ഇപ്പോഴുള്ള ബാങ്കിനേക്കാൾ കൂടുതൽ സാലറിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു ബാങ്കാണ് തേർഡ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ജോബ് ആര് ഓഫർ ചെയ്യണം? നമ്മുടെ മാർഷാൾ നമ്മുടെ റോബർട്ട് ബാൽവിനെ ഓഫർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും ഓഫർ ചെയ്യുന്നുണ്ടാവുക? കാരണം ഇത്രയും ഇതൊക്കെ നടന്നിട്ടും ആൾ സത്യത്തിൻ്റെ പിന്നിൽ പോകുന്നു. ആ ഒരു നല്ല മനസ്സ് കണ്ടിട്ടാണ് നമ്മുടെ മാർഷാൾ ആർക്ക് ഓഫർ ചെയ്യുന്നത് ജോലി? തേർഡ് നാഷണൽ ബാങ്കിൽ റോബർട്ട് ബാൽവിന് ജോലി ഓഫർ ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ആ ഒരു വൈഫും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യും. സത്യത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല ജോലി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ സത്യത്തിൻ്റെ വാല്യൂ ആണ് കേട്ടോ, അല്ലെങ്കിൽ സത്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ആൾ നമ്മുടെ ലൈഫ് സെറ്റിലാവുന്ന പറഞ്ഞിട്ട് നുണേൻ്റെ പാതയിലല്ല സഞ്ചരിച്ചത്, പകരം സത്യത്തിൻ്റെ പാതയിലാണ് കേട്ടോ. അപ്പോൾ ഈ 2 ലെസണും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.